ഈ വിശ്വസാറിനുമായിട്ട് കൂടുന്നത് അത്ര നല്ലതല്ല. നമ്മൾ പെട്ടുപോകും. കാര്യം സാറുമായിട്ട് അടുത്ത പിന്നെയാണ്. കൃഷി എന്ന് പറയുന്നത് എനിക്ക് ഈ സംസ്കാരത്തോട് തോന്നിയൊരിഷ്ടമാണ് ഞാൻ വളരെ കൃഷിയിലേക്ക് വന്നത്. അന്ന് വളരെ വികലമായ ചില സങ്കല്പങ്ങളായിരുന്നു. പിന്നെ വിശ്വസാറുമായിട്ട് കൂടിയപ്പോഴാണ് ഇതൊരു പ്രണയമായി മാറിയത്. ഇതിപ്പോൾ വിട്ടുമാറാൻ പറ്റാത്തൊരവസ്ഥയായി ഞാനൊരു ട്രാപ്പിലാണ്, സത്യം പറയാം. പിന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ വിശ്വസാർ അത്യാവശ്യം ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ സാറ് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്ന് ഭൂമിഗീതം പരിപാടി കൈരളി ചാനൽ അവർ വന്ന് നമ്മുടെ ഫാം ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്താ പറയുക, പലേക്കർ സാറ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നവരെ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജേഴ്സിയും HF ഒക്കെ എനിക്ക് ഓമനകളായിരുന്നു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതിനെ കണി കാണുമ്പോൾ പന്നിയുടെ മുഖമാണ് പശുവിൻ്റെ തലയിൽ എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് പണ്ട് എൻ്റെ മുറിയിൽ ജനൽ തുറന്നാൽ ഉടനെ തൊഴുത്ത് കാണത്തക്ക രീതിയിലാണ് ഞാൻ തൊഴുത്ത് വിഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ പശു തിരിഞ്ഞു നിൽക്കുന്ന പശുവിനെ കാണണം എന്നുള്ളത് ഒരു രീതിയിലാണ്. ഇപ്പം ഞാൻ ആ ജനൽ തുറക്കാറേ ഇല്ല. പക്ഷേ എന്താ പറയുകയെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ പേഴ്സണൽ ഫോൺ നമ്പർ അന്ന് ഈ വിശ്വസാറൊക്കെ ഈ ഭൂമിഗീതം പരിപാടി TV-കാർക്ക് കൊടുത്തു. TV-യിൽ എഴുതി കാണിച്ചു, ഈ ഫാമിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട് അനൂപ് ചന്ദ്രനെ ബന്ധപ്പെടാൻ എന്ന് പറഞ്ഞ പേഴ്സണൽ നമ്പർ കൊടുത്തു. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു 300 കോൾ ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ ഒരു സിനിമയ്ക്ക് എന്നെ ആവശ്യമായിട്ട് വരുന്നത് 2-3 കോളാണ്. ബാക്കിയുള്ള കോൾ മുഴുവൻ അത് ഞാൻ തലശ്ശേരിയിൽ നിന്ന് വിളിക്കണേ, ഈ പശുവിൻ്റെ ആക്കിയിട്ടൊരു തരിതരി പോലുണ്ട്, എന്ത് ചെയ്യണം? അവിടെ തൊട്ടടുത്ത വെറ്റിനറി ഹോസ്പിറ്റലിൽ കാണിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ മാത്യു സാറൊക്കെ സാറിൻ്റെയൊക്കെ ഈ ക്ലാസ് അത് ഏറ്റെടുക്കേണ്ടത് ഇപ്പോൾ ഇനി വരുന്നൊരു തലമുറയാണ്. ആ തലമുറയുടെ പ്രതിനിധികൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാർഷിക മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാപം. 2, ലോകത്ത് ഒരുപാട് തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം തൊഴിലാളിക്ക് അവകാശബോധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ തൊഴിലവബോധം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. 2, ഈ 2 കാര്യങ്ങളും മാറാതെ കാർഷിക മേഖല മുന്നോട്ട് പോകും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസ ചിലവുണ്ടാവാം, കാര്യം അത്യാവശ്യം ചിലപ്പോൾ നഷ്ടത്തിലൊക്കെ ആകാൻ പോകുന്നത്. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് ഒരുപക്ഷെ ഇത്രയും പൈസ കൊടുത്താൽ എനിക്ക് ആ സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായി ഇത് ചെയ്യാൻ തയ്യാറാവുന്നത്. 2, ഇന്ന് രാവിലെ വീട്ടിൽ ഒരു പടവലങ്ങ തോരനുണ്ടായിരുന്നു. ആ പടവലങ്ങ എൻ്റെതാണ്. ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ആ പാവയ്ക്ക എൻ്റെതാണ്. ഇനി ചീര കൊണ്ടൊരു അവിയലുണ്ടായിരുന്നു. ആ ചീര എൻ്റെതാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്തൊരു സുഖമുണ്ട്. ആ സുഖം അനുഭവിക്കുക. ഒരു 5-10 ദിവസം ഷൂട്ടിങ്ങിന് ശേഷം വന്ന് ഇതിൻ്റെ എല്ലാം ഇടയിൽ ഓരോ പരിപാടികളൊക്കെ ചെയ്ത് ഇതിൻ്റെ കൂടെ നടന്ന് കഴിയുമ്പോൾ നമ്മളൊരു ചാർജുണ്ട്. ഈ ചാർജ് അടുത്ത സിനിമയിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം ക്യാമ്പുകൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഗാന്ധി സ്മാരകവും വിശ്വസാറും എന്താ പറയുക എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ബന്ധു കൂടിയായ R.R. നായർ സാർ അദ്ദേഹം എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഈ ഒരു ശ്രമം, ആ ശ്രമം എന്തായാലും പാഴാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ഞാൻ ഇത്രയും വലുതായിട്ട് ഒരുപാട് നഷ്ടത്തിൽ വലുതായിട്ട് കൃഷി ചെയ്യുമ്പോൾ ആ വഴി നടന്നു പോകുന്നവരും അല്ലാത്തവരും ഇത് കാണുമ്പോൾ ഒന്നെങ്കിലും കൊണ്ട് പിടിപ്പിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പാടം, കറുക കയറി മേഞ്ഞു കിടക്കുന്ന ഒരു പാടം. ആ പാടത്തിൽ ഇപ്പോൾ ചില ആൾക്കാർ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ചാണകം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് ഗോമൂത്രം വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവരെങ്ങനെ ചെയ്യാനൊരു ശ്രമം വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം എൻ്റെ പാടത്ത് ഇങ്ങനെ കൈ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ 2 കുഞ്ഞു പിള്ളേർ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു ആങ്ങളെയും പെങ്ങളും കൂടെ 2 കുടം എടുത്ത് അവിടെ ഒരു 10-40 ചോട് ചീരയും കുറച്ച് പയറും വെച്ച് അവർ 2 കൂടെ കോരി നനയ്ക്കുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരാങ്ങളയ്ക്കും പെങ്ങൾക്കും അത്രയും ആത്മബന്ധം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പണ്ട് നമ്മുടെ വീട്ടിൽ അമ്മൂമ്മമാരായിരുന്നു നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നത്. കാര്യം ഈ കാർഷിക മേഖലയെ വെച്ചിട്ടാണ് നമ്മുടെ അമ്മൂമ്മമാർ നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത്. നമ്മുടെ അതിനോടുള്ള ഒരു സ്നേഹവും അതിനോടൊരു ആത്മാർത്ഥതയും കൊണ്ടാണ് അമ്മൂമ്മമാർ പറയുന്നത്, നിനക്കറിയാമല്ലേ അവൻ എന്തായാലും അങ്ങനെയല്ലേ,
നീ എന്തിനാ പിന്നെ വഴക്കിടുന്നത്, ഇങ്ങനെ ഒരു നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ അങ്ങനെ ഒരു പങ്കുണ്ടായിരുന്നു. ആ കണ്ണിയാണ് കാർഷിക മേഖല നശിച്ചതോടെ നമുക്ക് നഷ്ടമായത്. എന്തായാലും ഇത്തരം പുതിയ പുതിയ നമ്മുടെ സ്വദേശി, നമ്മുടെ നാടൻ, നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാർഷിക സംസ്കാരം വളർന്നു വന്നാൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും തീരുമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതുകൊണ്ട് നല്ല ആഹാരം കഴിക്കാം, നല്ല മനസ്സുണ്ടാക്കാം, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശ്രമം ഈ ഒരു ക്യാമ്പ് കൊണ്ടും ഈ ഒരു മേഖല കൊണ്ടും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.